ചേട്ടാ ഇങ്ങോട്ടേട്ടാ ഞാൻ ആ സെന്റർ വരെ. എന്നാ കയറിക്കോ. അല്ല സാറേ കുഴപ്പമില്ല. ഞാൻ എന്തായാലും ആഴിക്കാം, ചേട്ടൻ കയറിക്കോ. സാറിനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിന്നെ കാണാൻ വഴിയില്ലേ? ഞാൻ ജോയിൻ ചെയ്തുള്ളൂ. വെസ്റ്റ് നീലങ്കാവ് സ്റ്റേഷനിലാ. ഓ ബെസ്റ്റ് സ്റ്റേഷനിലാണല്ലേ? അതെ. എന്ത്? ഏയ് ഒന്നുമില്ല സാറേ. ആ അല്ല, ചേട്ടൻ എന്ത് ചെയ്യണപ്പോ? ഞാൻ ഈ പെയിന്റ് പണിയും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട് പോകുന്നു. അതല്ലേ. സാറിന്റെ വീട് ഇവിടെ എവിടെയാ? ഇവിടെ വായനശാലയില്ലേ, ആ അതിൻ്റെ അടുത്ത്. വായനശാലയുടെ അവിടെ എവിടെയാ? ലെഫ്റ്റ് സൈഡിലെ 7ാമത്തെ വീട്. അതിവിടെ രവി സാറിന്റെ വീടല്ലേ? ആ അച്ഛനറിയും. ആ ഞാനവിടെ വന്നിട്ടുണ്ട്, 1-2 വട്ടം പണിക്ക് വന്നിട്ടുണ്ട്. ആ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു മോൻ ഉണ്ട് എന്നൊക്കെ. അതെല്ലേ. ചേട്ടൻ എവിടേക്ക് പോണേ? എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്, അത് വാങ്ങണം. പിന്നെ എൻ്റെ അമ്മയുടെ പിറന്നാളാ, അതൊന്നും ഗ്രാൻഡായിട്ട് നടത്തണം എന്ന് വിചാരിച്ചു. ആ ശരി. സാറേ ഇത് അവിടെ നിർത്തിക്കോ. വലിയ ഉപകാരം സാറേ. ആ അപ്പൊ എന്നെ ക്ഷണിക്കണല്ലേ പിറന്നാളിന്? അയ്യോ സാറേ, ഞാൻ പറയാൻ വിട്ടുപോയതാ. സാർ എന്തായാലും വരണം. ആ അമ്പലത്തിന്റെ അടുത്താണ് വീട്. അവിടെ തിരി സജിയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ മതി. ആ അതൊന്നും കുഴപ്പമില്ലെന്നേ. അപ്പൊ ശരി. ശരി സാറേ. സാറേ റൈറ്റർ ദേ അവിടെ ഉണ്ട് ഉള്ളില്. സാർ. ആ പുതിയ അപ്പോയിൻമെൻ്റ് ആണല്ലേ? അതെ സാർ. ഇരിക്ക്. ആ നമ്മുടെ രവി സാറിൻ്റെ മോനാണല്ലേ? കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. സുധീറേ, രഞ്ജ സാർ വാ. ആരാന്ന് മനസ്സിലായ? നമ്മുടെ രവി സാറിൻ്റെ മോനാ അജയ്. ഞാൻ രഞ്ജൻ, കോൺസ്റ്റബിൾ ആണ്. ഞാൻ സുധീർ. വാ. ഇരുന്നോ, ഞാൻ പോയി ഫയലുകളൊക്കെ എടുത്തിട്ട് തരാം. ആ സാർ. ആ അപ്പൊ ഇതൊക്കെയാണ് ഫയൽസ്. ആ പഠിക്കേ. ഫയൽസാ, ഇതൊക്കെ നോക്കി ഇവിടെ ഇരുന്നാൽ മതി കേട്ടോ. സാർ. ധാരാളോ പുതിയ അപ്പോയിൻമെന്റ് ആണോ? ആ സാറേ, ഇത് നമ്മുടെ രവി സാറിൻ്റെ മോനാ. രവിയുടെ മോനാണല്ലേ? മര്യാദയ്ക്ക് എന്നാ നിനക്കുള്ള നിന്റെ തന്തയുടെ അതേ ചരപ്പ് കാണിക്കാൻ നിൽക്കണ്ട. ആ ഫയൽസ് ഒക്കെ എടുത്തു കൊടുത്തില്ലേ? ഓ സാർ. ചേട്ടാ കേക്ക് ഉണ്ടാ? കേക്ക് ഉണ്ടല്ലോ. ഏതൊക്കെ ഉണ്ടാവും? നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട്, റെഡ് വെൽവെറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതേപോലെ ക്രീം കേക്ക് ഉണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് എത്ര കിലോയാ? 2 കിലോ. എന്നത്തേക്കാ? നാളെ രാത്രിക്ക്. ഹലോ വണ്ടി എത്തിച്ച കേസിലെ പ്രതി കിട്ടിയോ? സാറേ, ഒഫീഷ്യലി ഇല്ല. MLA PA വിളിച്ചിരുന്നു. FIR ഇട്ടല്ലേ? അത് അവര് അച്ഛനും മോനും തമ്മിലുള്ള എന്തോ ചെറിയ പ്രശ്നമാണ്. അത് ഒതുക്കി തീർത്ത വേണ്ട പോലെ ചെയ്യാന്നൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട്. തെളിവൊന്നുമില്ല. പിന്നെ വേറെ അപ്പൊ പിന്നെ ആരെങ്കിലും പിടിച്ച് തലയിൽ വെച്ചു കൊടുക്കാം അല്ലേ? ആരാ സാറേ? 6 മാസം സസ്പെൻഷൻ കിട്ടി വീട്ടിൽ പോയിരുന്നത് ഓർമ്മയില്ലടോ? ഫയലൊക്കെ പഠിച്ചാ? പഠിച്ചുകൊണ്ടിരിക്കുന്നു സാർ. എന്താടാ നിനക്ക് ആൾക്കാരെ കണ്ട ബഹുമാനിക്കറിയില്ലേ? സാർ
നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഒരു പെട്ടി കിങ്സ് പിടിച്ചോ. ശരി. ഡോ എന്നാ വണ്ടി സജീര വീട്ടിലെടുത്തേ. ആ സാറേ. അവനെ പോലീസുകാരൊക്കെ പൊട്ടന്മാരാണെന്നുള്ളൊരു വിചാരമുണ്ട്. അത് നമുക്ക് ഇന്ന് തീർത്തു കൊടുക്കാം. സജ്ജല്ലേ സാറേ അത്? ആ അവൻ തന്നെ. അവൻ കാരണം ഞാൻ കുറച്ചു കാലം വീട്ടിലിരുന്നതാ. ഇനി അവൻ കുറച്ചു കാലം അകത്ത് കിടക്കും. വട്ടം വയ്ക്കാമല്ലോ സാറേ. ആ കയറ്റി നിർത്തണം.